ഓണമൊക്കെ വരികയല്ലേ, ഒരു സദ്യ സ്പെഷ്യൽ അവിയലുണ്ടാക്കിയാലോ? ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് നമ്മൾ നീളത്തിന് ഇതേപോലെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുക. അത് നമ്മളൊരു 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിടുക. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടനാശിനിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെങ്കിലും മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കുക. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിൽ 1 കപ്പ് തേങ്ങ ചിരുവിയതെടുക്കുക. അതിനുശേഷം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞെടുക്കാൻ പാടില്ല, ഒരു ചെറുതായിട്ടൊരു പരുവത്തിൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിയലിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിക്കാൻ വച്ചിരിക്കുന്ന കഷ്ണങ്ങളൊന്ന് വെന്തോന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിനൊന്ന് കഴുകിയെടുത്ത് അതിലേക്കൊന്ന് ഒഴിക്കുക. അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരുപാടൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാമെന്ന്, രുചിക്കും മണം കിട്ടുന്നതിന് വേണ്ടി. അതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. രുചികരമായിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഒപ്പം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.